നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടുത്ത മത്സരം കാഴ്ചവെച്ച് തിരുവനന്തപുരത്തിന്റെ ശ്രദ്ധേയ മണ്ഡലങ്ങൾ. നേമത്തും കഴക്കൂട്ടത്തും നടന്നത് ഫോട്ടോ ഫിനിഷിംഗ്. അവസാന റൗണ്ടുകളിൽ മാറിമറിഞ്ഞ ലീഡ് നില. 14 മണ്ഡലങ്ങളിൽ 5 മണ്ഡലങ്ങൾ LDFും 7 മണ്ഡലങ്ങളിൽ UDFും 2 മണ്ഡലങ്ങളിൽ NDAയും വിജയിച്ചു. നേമവും വട്ടിയൂർക്കാവും കഴക്കൂട്ടവും അടക്കം ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന സ്റ്റാർ മണ്ഡലങ്ങളുള്ള തിരുവനന്തപുരത്ത് വിധി ദിനം കാണാനായത് അവസാന മണിക്കൂറുകളിൽ മാറിമറിഞ്ഞ ലീഡ് നില. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 14 മണ്ഡലങ്ങളിൽ 13 മണ്ഡലങ്ങൾ സ്വന്തമാക്കിയ LDF ഇത്തവണ 5 സീറ്റ് നിലനിർത്തി. വർക്കല, പാറശാല, അരുവിക്കര, നെടുമങ്ങാട്, ആറ്റിങ്ങൽ സീറ്റുകളാണ് LDF നിലനിർത്തിയത്. വർക്കലയിൽ V. ജോയ് 2050 വോട്ടിനും, പാറശാല CK ഹരീന്ദ്രൻ 15,013 വോട്ടിനും, അരുവിക്കരയിൽ G. സ്റ്റീഫൻ 2,843 വോട്ടിനും, നെടുമങ്ങാട് മന്ത്രി GR അനിൽ 21,583 വോട്ടിനും, ആറ്റിങ്ങൽ OS അംബിക 13,375 വോട്ടിനും വിജയിച്ചു. നിലവിലുള്ള കോവളം ഉൾപ്പെടെ വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നെയ്യാറ്റിൻകര, കാട്ടാക്കട, വാമനപുരം, ചിറയൻകീഴ് എന്നീ സീറ്റുകളാണ് UDF പിടിച്ചെടുത്തത്. വട്ടിയൂർക്കാവിൽ K. മുരളീധരൻ 5,420 വോട്ടിനും, തിരുവനന്തപുരം സെൻട്രലിൽ CP ജോൺ 9,863 വോട്ടിനും, നെയ്യാറ്റിൻകര N. ശക്തൻ 6,966 വോട്ടിനും, കാട്ടാക്കട MR ബൈജു 7,136 വോട്ടിനും, വാമനപുരം സുധീർ ഷാ 12,185 വോട്ടിനും, ചിറയൻകീഴ് രമ്യ ഹരിദാസ് 1,422 വോട്ടിനും, കോവളം M. വിൻസെന്റ് 32,709 വോട്ടിനും വിജയിച്ചു. NDA പിടിച്ചെടുത്ത 2 സീറ്റിലും അവസാന നിമിഷം വരെ കടുത്ത മത്സരം നടന്നു. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ 4,978 വോട്ടിനാണ് വിജയിച്ചത്. LDF സ്ഥാനാർത്ഥി V. ശിവൻകുട്ടി 52,000-ലധികം വോട്ട് നേടി. കഴക്കൂട്ടത്ത് V. മുരളീധരൻ അവസാന റൗണ്ടിൽ 428 വോട്ടോടെ ഫോട്ടോ ഫിനിഷിംഗിലെത്തി. 46,136 വോട്ടാണ് LDF സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രൻ നേടിയത്. തിരുവനന്തപുരത്തെ മിക്ക മണ്ഡലങ്ങളിലും തുടക്കം മുതലേ ലീഡ് നില മാറിമറിയുന്ന കാഴ്ചയാണ് വിധി ദിനത്തിലും കണ്ടത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.